തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടു. കൈയെഴുത്ത് രേഖകളെ ആശ്രയിക്കുന്നത് ക്ഷേത്ര ഫണ്ടുകൾ ദുരുപയോഗിക്കാൻ അവസരമൊരുക്കുന്നു. ബോർഡിന്റേത് ഭരണപരമായ ഗുരുതര വീഴ്ചയാണ്. അക്കൗണ്ടുകൾ ഉടൻ ഡിജിറ്റൈസ് ചെയ്യണമെന്നും ഹൈക്കോടതി നിർദ്ദേശം ഉണ്ട്. സംസ്ഥാന ഓഡിറ്റ് ഡയറക്ടർ നേരിട്ട് ഹാജരാകണമെന്നുകൂടി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം വരികയാണ്. രേഷ്മ ബാബു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രേഷ്മ, ദേവസ്വം ബോർഡിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി ഇന്ന് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ബോർഡിന്റേത് ഭരണപരമായ ഗുരുതരമായ വീഴ്ചയാണ് എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു രേഷ്മ? രാഖി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ അവരുടെ ഭരണപരമായിട്ടുള്ള വീഴ്ചയ്ക്കെതിരെ ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഓംബുഡ്സ്മാന്റെ റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈക്കോടതി നിലവിൽ രൂക്ഷമായ വിമർശനം അതോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങളും നൽകിയിട്ടുള്ളത്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ അക്കൗണ്ടുകളും ഉടൻ തന്നെ ഡിജിറ്റൈസ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശമാണ് ദേവസ്വം ബെഞ്ച് നൽകിയിട്ടുള്ളത്. ഏകദേശം 7 ലക്ഷത്തോളം രൂപയുടെ വൗച്ചറുകൾ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് നിലവിൽ ഹൈക്കോടതിയുടെ മുന്നിലെത്തിയത്. ആദ്യഘട്ടത്തിൽ 21 ലക്ഷത്തിന്റെ പണമിടപാടിൽ ചില കൃത്രിമത്വവും തിരിമറിയൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു. പിന്നീട് 15 ലക്ഷത്തിന്റെ രേഖകൾ ഈ ചെലവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുകയും പക്ഷേ 7 ലക്ഷത്തോളം രൂപയുടെ വൗച്ചറുകൾ ഇപ്പോഴും കാണാമറയത്ത് തന്നെ കിടപ്പുണ്ടെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും വേഗം ഈ നിലവിലെ കടലാസ് രജിസ്റ്റർ ഒക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ അക്കൗണ്ടുകളും കണക്കുകളും ഒക്കെ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാനായിട്ട് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 2014-15 വർഷത്തെ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ അതിന്റെ കണക്കുകൾ ഒന്നും തന്നെ 10 വർഷം പിന്നിടുമ്പോഴും ഇതുവരെ ക്രമീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് ഓഡിറ്ററുടെ റിപ്പോർട്ടും ഹൈക്കോടതിയുടെ മുന്നിലെത്തിയിരുന്നു. അതുമാത്രമല്ല, ഏകദേശം നേരത്തെ ഈ നിലയ്ക്കലിലെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് 40 ലക്ഷത്തോളം രൂപയുടെ അതിന്റെ ക്രമക്കേടടക്കം കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കിയ സമയത്ത് തന്നെ ഒരു വിമർശനം എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഒക്ടോബർ 30-ാം തീയതി സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഡയറക്ടർ നേരിട്ട് തന്നെ ഹാജരായി ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ ഓഡിറ്റ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു കർമ്മ പദ്ധതി അത് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് മറുപടി അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 150ഓളം ക്ഷേത്രങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ, ഇവിടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള കണക്കുകൾ, അതിന്റെ ക്രയവിക്രയങ്ങൾ സംബന്ധിച്ചുള്ള കണക്കുകൾ ഒന്നും തന്നെ ഇപ്പോഴും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ബോർഡ് പൂർണ്ണ പരാജയമാണ് എന്നുകൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൈയെഴുത്ത് രേഖകളെ ആശ്രയിക്കുന്നത് ക്ഷേത്ര ഫണ്ടുകൾ ദുരുപയോഗിക്കാൻ അവസരമൊരുക്കുന്നുണ്ട്. ബോർഡിന്റേത് ഭരണപരമായ ഗുരുതര വീഴ്ചയാണ്. ഉടൻ ഡിജിറ്റൈസേഷൻ നടപ്പിലാക്കണമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.